എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 1 kg സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ നോക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം. പതഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് നല്ല ഫ്ലഫി ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലപോലെ ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സ്ട്രോബെറിയുടെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഡ്രോപ്പ് പിങ്ക് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ആക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് ലോ സ്പീഡിൽ മാത്രം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. ബാക്കി നമുക്ക് സ്പാച്ചില ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് അതിൽ ബബിൾസ് എല്ലാം ഒന്ന് മാറ്റി ടാപ്പ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആയിട്ടുള്ള ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് തന്നെ കൃത്യം ധാരാളം. അതുകൊണ്ട് തന്നെ ഇത് ബേക്കായി കിട്ടും. 30 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുത്തി നോക്കിയാൽ മതി. അതിനകത്ത് പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അത് ബേക്കായിട്ടുണ്ട്. നല്ല കൃത്യമായിട്ട് തന്നെ ബേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ആറാനായിട്ട് മാറ്റി വെക്കാം. കേക്ക് ഇപ്പോൾ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത് സ്ട്രോബെറിയുടെ. ഞാനിവിടെ ഷുഗർ സിറപ്പ് റെഡിയാക്കിയിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ആറിച്ച് തണുപ്പിച്ചെടുത്താണ്. ഇനി നമുക്കൊരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആദ്യത്തെ ലെയർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അതും ആഡ് ചെയ്തതിന് ശേഷം 3 ലെയർ ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ടും കൂടി ഒന്ന് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കുറച്ച് ചോക്ലേറ്റ് ഗനാഷിലേക്ക് പിങ്ക് കളറും കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രോപ്പായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൂക്കൾ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റാർ നോസിൽ പോലത്തെ ഒരു നോസിലാണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ എല്ലാ സൈഡിലും ആയിട്ട് ഇങ്ങനെ കുറച്ചങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിൻ്റെ താഴ്വശത്ത് ബോർഡറായിട്ട് നമ്മൾ കുറച്ച് സ്പ്രിങ്കിൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ആ സ്പ്രിങ്കിൾസ് അതേപോലെ തന്നെ നമ്മൾ മുകളിൽ പൂക്കൾ വെച്ചിരിക്കുന്നതിനകത്തും സൈഡിൽ വശത്തൂടെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും പേരും ഒക്കെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് സെറ്റായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.